കാസർഗോഡ് കുമ്പള ഹയർ സെക്കൻഡറി സ്കൂളിലത്തെ കലോത്സവത്തിൻ്റെ ഭാഗമായി അവിടുത്തെ കുട്ടികൾ ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവർ അവതരിപ്പിക്കേണ്ട മാം ഷോ നിർത്തിവെക്കുകയും കർട്ടൻ താഴ്ത്തുകയും ചെയ്ത ഒരു 5-4 സെക്കൻഡ് മാത്രം അവർ അവതരിപ്പിക്കും തന്നെ കർട്ടൻ താഴ്ത്തുകയും നിർത്തിവെക്കാൻ പ്രഖ്യാപിക്കുകയും ചെയ്ത മാഷ്, ആ മാഷിൻ്റെ ഉള്ളിൽ ഒരു നന്മയുണ്ടാവില്ല. ഇത് ഇവിടെ അവതരിപ്പിക്കാൻ പാടില്ല എന്ന് പറയാൻ ഈ മനുഷ്യൻ ആരാണ് അധികാരം കൊടുത്തത്? ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അതുപോലുള്ള എല്ലാ കേരളീയരും ഒന്നടങ്കം സപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു കലോത്സവത്തിൽ ഇത് ഇവിടെ അവതരിപ്പിക്കാൻ പാടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമുള്ളത്? എനിക്കിനി പറയാനുള്ളത് ഇതേ കുട്ടികളോട് തന്നെയാണ്. തീർച്ചയായും തിങ്കളാഴ്ച നിങ്ങൾ ആദ്യത്തെ നിങ്ങളെ കലോത്സവത്തിൻ്റെ ഷോ ഇതായിരിക്കണം. ഈ ഒരു ഷോ ആയിരിക്കണം നിങ്ങൾ ആദ്യം അവതരിപ്പിക്കേണ്ടത്. അഥവാ ഈ ഒരു ഷോ നിങ്ങൾ അവതരിപ്പിക്കാൻ വിട്ടില്ലെങ്കിൽ പിന്നെ ഒരു ഷോ നിങ്ങൾ കളിക്കേണ്ട ഒരു ആവശ്യമില്ല. പിഞ്ചു മക്കൾ കൊല്ലപ്പെടുന്നത് മാത്രമല്ല, ഭക്ഷണത്തിന് വേണ്ടി ക്യാമ്പിലേക്ക് പോയ കുട്ടികൾ തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാത്ത മാതാപിതാക്കളും, തിരിച്ചു ചെന്നാൽ മാതാപിതാക്കൾ സ്വന്തം വീട്ടിലുണ്ടാവുന്ന ഒരു ഉറപ്പില്ലാത്ത മക്കളാണ്. ഇങ്ങനെയുള്ള പിഞ്ചു മക്കൾക്ക് സപ്പോർട്ട് ചെയ്യാതെ ഇതുപോലുള്ള നരഭോജികൾ തന്നെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്ന മാഷുമാരെങ്കിൽ ഇവരെന്ത് തേങ്ങയാണ് നിങ്ങൾ പഠിപ്പിക്കുന്നുള്ളത്? മനുഷ്യത്വം പഠിപ്പിക്കാതെ, മനുഷ്യനെ മനുഷ്യനായി കാണുന്ന പഠിപ്പിക്കാതെ, കുഞ്ഞു മക്കളെ മരണത്തിന് ഉത്തരവാദികളായ ഇസ്രായേലിന് സപ്പോർട്ട് ചെയ്യുന്ന ഇതുപോലുള്ള നരഭോജികൾ തന്നെയാണ് സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ഭീഷണി. അതുകൊണ്ട് തിങ്കളാഴ്ച നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ ഈ ഒരു പരിപാടി, ആദ്യത്തെ പരിപാടി ഇതന്നെ ആയിരിക്കണം. നിങ്ങളിത് തീർച്ചയായിട്ടും വീഡിയോ എടുത്ത് എല്ലാവരിലേക്കും ഇതെത്തിക്കണം. എല്ലാ കാലഘട്ടത്തിലും അതാത് കാലഘട്ടത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ നാടകമായും സിനിമയായിട്ട് തന്നെയാണ് പുറത്ത് കാണിക്കുന്നുള്ളത്. നിങ്ങൾ ചെയ്തത് 100% ശരിയാണ്, നിങ്ങളുടെ ഭാഗത്താണ് ശരി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവരും സപ്പോർട്ടുണ്ട്. നമ്മുടെ മണ്ഡലത്തിലെ AK അഷ്റഫ് MLA, അതേപോലെ എല്ലാ നാട്ടുകാരും, എല്ലാവരും, കാസർഗോഡ് ജില്ല ഒന്നടങ്കല്ല കേരളം മൊത്തം, ഇന്ത്യ മൊത്തം നമ്മോടൊപ്പം ഉണ്ട്. ഇതിനെതിർക്കുന്നത് തീവ്രമായി ചിന്തിക്കുന്ന കുറച്ച് വർഗീയവാദികളുണ്ട്. അവരല്ലാതെ മറ്റാരും നിങ്ങളെ എതിർക്കേല. നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ടുണ്ടായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തിങ്കളാഴ്ച 100% ആദ്യത്തെ നിങ്ങളെ ഷോ ഇതായിരിക്കണം. ഫലസ്തീനികളെ മക്കൾക്ക് വെള്ളെത്തിച്ച് കൊടുത്തപ്പോൾ രേഷ്മി എന്ന പെണ്ണിനോട് താങ്ക്സ് പറഞ്ഞ, നന്ദി അറിയിച്ച ഫലസ്തീനി മക്കൾ, രേഷ്മി എന്ന പെൺകുട്ടി കേരളത്തിന് അഭിമാനമാകുമ്പോൾ ഇതുപോലുള്ള ടീച്ചേഴ്സുമാർ തീർച്ചയായിട്ടും അപമാനകരമാണ്. 100% ലജ്ജാകരമാണ്. മനസ്സിലായില്ലേ? ലജ്ജാകരമാണ് നിങ്ങളെപ്പോലുള്ള ടീച്ചേഴ്സുമാർ ഇങ്ങനെ ചെയ്യുന്നതിൽ.